നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാനിപ്പോ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗിലാണ്. നമുക്ക് പിന്നെ സംസാരിക്കാം. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. നീ ഇപ്പൊ തന്നെ അവളെ വിളിച്ച് സംസാരിക്കണം. എന്റെ സമയം വളരെ വിലപ്പെട്ടതാണ്. പ്ലീസ്, ഞാൻ വന്നിട്ട് അവളോട് സംസാരിക്കാം. സ്നേഹം ഉണ്ടാക്കിയതാ, ധനുഷിന് കൊടുക്കാൻ വേണ്ടി. ഈ വൃത്തികെട്ട സാധനം എനിക്കൊണ്ട് തരാൻ നിന്നോട് ആര് പറഞ്ഞു? നീയല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ഇപ്പൊ എന്നോട് പറഞ്ഞത്. ആര് പറഞ്ഞു? ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നീ കേട്ടതിന്റെ കുഴപ്പമായിരിക്കും. എന്ത് സ്വഭാവാടോ ഇത്? എന്തിനിങ്ങനെ ദേഷ്യപ്പെടുന്നത്? സ്നേഹം ഉണ്ടാക്കിയതുകൊണ്ടായിരിക്കും പായസം കൊള്ളില്ലാന്ന് പറഞ്ഞതല്ലേ? കൊള്ളാത്തതിനെ പിന്നെ എന്തു പറയണം? എനിക്ക് മനസ്സിലായി. അവളോട് നിന്റെ മനസ്സിൽ ഇത്രയും വെറുപ്പുണ്ടെന്ന് ഞാൻ എന്തായാലും വിചാരിച്ചില്ല. പായസം ആരുണ്ടാക്കിയാൽ എന്താ? അത് കൊണ്ടു തന്നത് ഞാനല്ലേ? അതിന് ഉണ്ടാക്കിയത് അവളല്ലേ? അങ്ങനെയാണെങ്കിലേ സന്ദീപിന് ഈ വീട്ടിൽ നിന്ന് ഒന്നും കഴിക്കാൻ പറ്റില്ല. അടുക്കളയിലെല്ലാം ഉണ്ടാക്കുന്നത് അവളും കൂടി ചേർന്നല്ലേ? എല്ലാ ദിവസവും നീ പുറത്തുപോയി 3 നേരം കഴിക്കോ? വേണ്ടി വന്നാലേ ഞാൻ കഴിക്കും. ഇതുപോലെ അവളുണ്ടാക്കിയതാണെന്നും പറഞ്ഞ് മേലിൽ ഒരു സാധനം കൊണ്ട് എന്റെ മുന്നിൽ വന്നു പോരുത്. പിടിക്ക്, കൊടുക്കാൻ കൊണ്ട് അവൾക്കൊണ്ട് കൊടുത്തേക്ക്. നീ ഇത്രയ്ക്ക് ദുഷ്ടനാവരുത് സന്ദീപേ. എനിക്കറിയാം, നന്നായിട്ടിന്റെ വാക്ക് കേട്ടിട്ടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. സ്നേഹയോട് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ഒരാളായിരുന്നു നീ. ശരിയാ, അവൾ ഒരു തെറ്റ് ചെയ്തു. പക്ഷേ അച്ഛൻ വരെ അത് ക്ഷമിച്ചു. അവരെ ഈ വീട്ടിലേക്ക് തിരിച്ചു വിളിക്കുകയും ചെയ്തു. ഇപ്പൊ അച്ഛനും അവരും എല്ലാവരും നല്ല സന്തോഷത്തിലുവാ. എന്നിട്ടും നിനക്ക് നന്നായിട്ടിന് മാത്രം എന്താ അവരോട് ക്ഷമിക്കാൻ പറ്റാത്തെ? ഞങ്ങളുടെ രണ്ടുപേരുടെയും ശരീരത്തിൽ കൂടി ഒഴുകുന്ന ചോര ഒന്നായതുകൊണ്ട്. ശത്രുക്കൾ നമ്മളെ ചതിച്ച അത് ശത്രു ആയതുകൊണ്ടാണെന്ന് പറയാം. പക്ഷേ രക്തത്തെ ചതിച്ച അതെനിക്ക് സഹിക്കാൻ കഴിയില്ല, ക്ഷമിക്കാനും കഴിയില്ല. ജന്മം നൽകി അച്ഛൻ അവളോട് ക്ഷമിക്കാൻ കഴിഞ്ഞു, എന്നിട്ട് നിങ്ങൾക്ക് വയ്യ. ഇത് ദുർവാശിയാ. നിങ്ങൾ രണ്ടുപേരുടെ മനസ്സിൽ ഈഗോ ആണെന്നെ വെച്ചോ. അതുകൊണ്ട് ഇനി ഇതുപോലുള്ള പൊടിക്കൈകളും കൊണ്ട് എന്റെ മുന്നിലേക്ക് വന്നു പോരുത്. അവള് പായസം ഉണ്ടാക്കി പോലും. ഇതിനേക്കാൾ നല്ലതേ നീ എനിക്ക് കുറച്ച് വിഷം കലക്കി തരുന്നതാ. മാറങ്ങോട്ട്. നിനക്കെന്നെ വിശ്വാസമില്ലേ? വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല. നിനക്കൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ എന്റെ ഒരു സഹായത്തിന്റെ ആവശ്യമില്ല. നെല്ലിശ്ശേരിയിലെ മരുമകൻ എന്ന് പറഞ്ഞാൽ തന്നെ കോടീശ്വരനല്ലേ. ഭാര്യ വീട്ടുകാരുടെ പണം കൊണ്ട് ഒരു ബിസിനസ് തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ കുടുംബം പോറ്റാനുള്ള പണം ഞാൻ തന്നെ ബിസിനസ് ചെയ്ത് ഉണ്ടാക്കണമെന്നാ എന്റെ ആഗ്രഹം. അതിന് നീ എന്റെ കൂടെ നിൽക്കണം. നീ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം മതി. കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അല്ലെങ്കിൽ തന്നെ ബിസിനസ് എന്ന് പറഞ്ഞ് എനിക്കിവിടെ നിൽക്കാൻ എവിടെ നടാ സമയം? നീ നോക്കാന്ന് എനിക്ക് ഉറപ്പെന്നാ നമുക്കിത് തുടങ്ങാം. 100% നിനക്കെന്നെ വിശ്വസിക്കാം. ഇത് പഴയ ധനുഷല്ല. സത്യത്തിൽ എനിക്ക് നിന്റെ ഈ മാറ്റം കാണുമ്പോൾ അത്ഭുതമാ തോന്നുന്നേ. ഒരു കല്യാണം കഴിച്ചാ ഇങ്ങനെയൊക്കെ മാറാൻ പറ്റൂടാ? വെറുതെ ഒരു കല്യാണം കഴിച്ചാൽ മാറാൻ പറ്റില്ല. പക്ഷെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തീരുമാനിച്ചു വച്ചിരിക്കുന്ന ചിലതുണ്ട്. സ്നേഹം തരുന്ന ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ ഇങ്ങനെയല്ല, ഇതിനേക്കാൾ വലുതായിട്ട് മാറ്റങ്ങളുണ്ടാവും. എന്റെ ഭാര്യ ഒരു പാവ. ഞാൻ ഇന്നത്തെ ഈ ഞാനായതിനു പിന്നിൽ അവളുടെ സ്നേഹം മാത്രമാ. അവൾ എനിക്ക് നന്നായി നോക്കണം. അതിന് ഈ ബിസിനസ് തുടങ്ങിയേ പറ്റൂ. ഇപ്പൊ എനിക്ക് നിന്റെ ആത്മവിശ്വാസം മനസ്സിലായി. നമുക്ക് തുടങ്ങാം. നീ ധൈര്യമായിട്ടിരിക്കെ. ഇവളെന്തിനാ ഇപ്പൊ വിളിക്കുന്നത്? നീ എടുക്ക്, ഫോൺ എടുക്ക്. ഹലോ, എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കണം.
എന്ത് കാര്യം? നിന്റെ ഭാര്യയുടെ പരിഹാസം കുറച്ച് കൂടുന്നുണ്ട്. അത് നീ ഒന്ന് പറഞ്ഞു നിർത്തിക്കണം. അതിന് അവൾ എന്ത് ചെയ്തു? അവളിപ്പോ പഴയ ആളല്ലല്ലോ, അർച്ചനയുടെ കയ്യാളാണല്ലോ. അവളുടെ കൂടെ കൂടി എന്റെ നേരെ വരരുതെന്ന് നീ അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാനിപ്പോ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗിലാ. നമുക്ക് പിന്നെ സംസാരിക്കാം. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. നീ ഇപ്പൊ തന്നെ അവളെ വിളിച്ച് സംസാരിക്കണം. എന്റെ സമയം വളരെ വിലപ്പെട്ടതാണ്. പ്ലീസ്, ഞാൻ വന്നിട്ട് അവളോട് സംസാരിക്കാം. അല്ലെങ്കിലും ഈ ആണുങ്ങളെ ഒറ്റ എണ്ണത്തിന് വിശ്വസിക്കാൻ കൊള്ളില്ല. ഏതെങ്കിലും ഒരുത്തി എവിടെ നിന്നെങ്കിലും വന്ന് തലയിൽ കയറിപ്പോയാ അതോടെ അടിമുടി മാറും. സ്നേഹവനെ നല്ലതുപോലെ ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റി. മനഃപൂർവ്വം അവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതാ. ഇനി അവനെ വിശ്വസിക്കാൻ പറ്റില്ല. ഓ, സച്ചേന്റെ മടിയിൽ ഇവൾ അനങ്ങാതിരിക്കുന്നുണ്ടോ? അതെ, അച്ഛനോടുള്ള സ്നേഹം കൊണ്ടാ അല്ലേ മോളെ? മടിയിൽ പുണ്യാഹം തളിക്കാതെ നോക്കിക്കോ. അശ്ശൂ. അതെ, ആ കരിമഷിങ് എടുത്തോ. ഞാൻ എന്റെ മോക്കൊന്ന് കണ്ണെഴുതി കൊടുക്കട്ടെ. ആഹാ, പിന്നെ കണ്ണെഴുതി കൊടുക്കാൻ പറ്റിയ ഒരു അച്ഛൻ. ആ. പണ്ട് എനിക്ക് ഒരു ദിവസം കണ്ണെഴുതി തന്നതേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആഹാ. ആ, എന്തായിരുന്നു കുഴപ്പം? 2 ദിവസത്തേക്ക് എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റിയിട്ടില്ല. അപ്പോഴാ ഇനി മോക്ക് കണ്ണെഴുതാൻ പോന്നെ. കുഞ്ഞോവി, അപ്പച്ചയുടെ പൊന്ന് എന്താണ് ഇവിടെ പരിപാടി? ഏട്ടത്തി, ഞാനൊന്ന് എടുത്തോട്ടെ. അതിനെന്താ, നീ എടുത്തു. വാ 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 വാ. ആ, എന്റെ കൂടെ വരുന്നു നീ. നമുക്ക് പുറത്തേക്കൊന്ന് പോവാം. ഏട്ടത്തി, ഞാൻ ഇവളെയും കൊണ്ടൊന്ന് പുറത്തു വെക്കോട്ടെ. അധികം നേരം പുറത്തും കൊണ്ട് നടക്കണ്ട. പെട്ടെന്ന് ഇങ്ങ് വന്നാ മതി. നമുക്ക് പോവാം. പോവാം. വാ, നമുക്ക് പോവാവേ. നോക്ക്, എന്ത് വന്ന് അത് കണ്ടോ? അയ്യോ, നല്ല ഭംഗിയില്ലേ? ഓയ് ഓയ്, ദേ അവിടെ എന്താ നോക്കി. ആഹാ, നീ കുഞ്ഞിനെടുക്കാനൊക്കെ പഠിച്ചു അല്ലേ മോളെ? വാ, അങ്കിളൊന്ന് എടുക്കട്ടെ. വാ. വാവേ. ആഹാ, ഇത് കൊള്ളാലോ. നിനക്ക് ഇയാളെ മുൻപരിചയം വല്ലതും ഉണ്ടോ? വിളിച്ചപ്പോ തന്നെ എടുത്തു ചാടി അങ്ങ് പോയത് കണ്ടില്ലേ? ഇത് ആതിരയുടെ കുഞ്ഞാണോ? അല്ല, അർച്ചനയുടെ കുഞ്ഞാ. മോളെ ചക്കരേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.